വോട്ടേഴ്സ് ലിസ്റ്റും വോട്ടർമാരും ആണല്ലോ ഇന്നത്തെ താരം. ഇവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഞങ്ങളുടെ പേരെവിടെ, ഞങ്ങളുടെ വീട് ഏത് വാർഡിൽ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ഗൂഗിൾ ചിത്രം പങ്കുവയ്ക്കാം. കുട്ടിക്ക് മനസ്സിലായോ, ഇല്ലെങ്കിൽ പറയണം എന്ന സിനിമയിലെ ചോദ്യമാണ് ഇവിടെ ഉത്തരമായിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ലിസ്റ്റിൽ അടുത്ത വാർഡിൽ ആള് തികയാത്തതിനാൽ ഞങ്ങളുടെ വാർഡിൽ നിന്ന് പല വീട്ടുകാരെയും കോഴി അരിമണികൾ കൊത്തിപ്പെറുക്കി കൊണ്ടുപോകുന്നത് പോലെ അവിടുന്നും ഇവിടുന്നുമാണ് കൊണ്ടുപോയത്. ഏത് മാർഗത്തിലാണ് എന്ന് ഇനിയും വ്യക്തമായില്ല. മഞ്ഞ നിറത്തിൽ അക്ഷരങ്ങൾ കാണുന്നത് ഞങ്ങളുടെ സ്വന്തം വാർഡിലെ ലിസ്റ്റിലുള്ളത്, വെള്ള നിറത്തിലെ അക്ഷരങ്ങൾ കാണുന്നത് വെള്ളക്കാരായവരെ അടുത്ത വാർഡിലേക്ക് ചാക്കിട്ട് തികയാത്തതിനാൽ പിടിച്ചു കൊണ്ടുപോയതാണ്. ഒരേ പുരയിടത്തിലെ 3 വീടുകൾ 2 വാർഡുകളിലായി വോട്ട് ചെയ്യേണ്ട അവസ്ഥ. എന്താ കഥ, നന്നായിട്ടില്ലേ? വർഷങ്ങൾ പഴക്കമുള്ള ലക്ഷം വീട്ടിലെ ഒരേ ചുവരിന് അപ്പുറവും ഇപ്പുറവുമായി വീട്ടു നമ്പർ ഉള്ളവരെ 2 വാർഡിലേക്ക് വിഭജിച്ചപ്പോൾ എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? എന്താണ് ഇങ്ങനെ ചെയ്തതിൻ്റെ മാനദണ്ഡം? എങ്ങനെ അറിയും? ഈ രാജ്യത്തെ പൗരനായ സമ്മതിദായകരായ നമ്മുടെ ദുരവസ്ഥയാണ് ആരുടെയൊക്കെയോ പ്രവൃത്തി മൂലം വന്നു ഭവിച്ചത്. ആരാണ് ഇതിന് ഉത്തരവാദി? ഒരു പുരയിടത്തിലെ 3 വീടുകളിലെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നിയമപരമായി നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് ലഭിക്കുന്നത്? എവിടെയാണ് പോകേണ്ടുന്നത്? 2 വാർഡിലുമായി പോകേണ്ടി വരുന്ന അവസ്ഥയല്ലേ ഉണ്ടായിട്ടുള്ളത്? ഇങ്ങനെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എത്ര വോട്ടർമാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും? വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരോട് അന്വേഷിച്ചപ്പോൾ പരാതി നൽകാനാണ് പറഞ്ഞത്. വ്യക്തിപരമായി പരാതി നൽകണം. അവർ പോലും ഇതിൻ്റെ പ്രായോഗിക വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ടോ എന്നും അറിയില്ല. ഓരോരുത്തരും വ്യക്തിപരമായി പരിഹരിക്കുന്നതിന് പകരം കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ വോട്ടേഴ്സ് ലിസ്റ്റ് വിഭജനത്തിന് ഏകീകൃത രൂപമുണ്ടാക്കാൻ ഒത്തുള്ള ശ്രമമാണ് വേണ്ടത്. അവർ അങ്ങനെ ചെയ്യില്ലേ? പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. ഇവിടെ 2 വാർഡിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചതിൽ ഗൂഗിൾ ചിത്രത്തോടൊപ്പം ഏകദേശ ധാരണ വെച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണ്. വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള രേഖാചിത്രം മാത്രമാണ് സതുദ്ദേശത്തോടെ പങ്കുവയ്ക്കുന്നത്.